നമ്മളിപ്പോ പറഞ്ഞ ഈ കേരളം ഞെട്ടുമെന്ന് പറഞ്ഞ ഒരു വാർത്ത ഹൃദയപൂർവ്വത്തിലൂടെ കേട്ടതുപോലെ എനിക്ക് തോന്നി. സംഗീതം തകർത്തു കേട്ടോ. കാരണം മൂവിയുടെ കാര്യം പറയുകയാണെങ്കിൽ വേറൊന്നും പറയാനൊന്നുമില്ല. ആൾക്കാർ ധൈര്യമായിട്ട് വന്ന് കാണാം. നമുക്ക് ഈ സിനിമയുടെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഓരോ സീനിനും ഓരോ കാരണങ്ങളുണ്ട്, വ്യക്തമായ കാരണങ്ങളുണ്ട്. നമ്മൾ വെറുതെ ഒരു സീനിന് വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്ത ഓരോ സീനുകൾ, അതായത് ആവശ്യമില്ലാതെ ക്രിയേറ്റ് ചെയ്ത സീൻസല്ല. എല്ലാത്തിനും വ്യക്തമായ കാരണങ്ങളുണ്ട്. ആ കഥയോട് ചേർന്ന് നിൽക്കുന്ന കാരണങ്ങളാണ്. ഇടിക്കാണെങ്കിലും ഇമോഷൻസ് ആണെങ്കിലും കോമഡിക്കാണെങ്കിലും എല്ലാത്തിനും വ്യക്തമായ കാരണങ്ങളുണ്ട്. അത് തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ ഈ ആൾക്കാർക്ക് ഇഷ്ടപ്പെടാനുള്ളൊരു കാരണവും. അതുപോലെ തന്നെ സത്യനന്ദിക്കാടിൻ്റെ റിപ്പീറ്റ് വാല്യൂ കാണാൻ സാധ്യതയുള്ള ഒരു മൂവിയുടെ കൂട്ടത്തിൽ പെടുത്താൻ പറ്റുന്ന നല്ലൊരു മൂവി ആയിരിക്കും അത്. ഏതാ? സംഗീതം തകർത്തു കേട്ടോ. കാരണം നമ്മൾ തുടരും എന്നുള്ള ഇതിലും കണ്ടേക്കുന്ന ചില സംഗീതത്തിൻ്റെതായ ചില സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇതിലും നമ്മൾ ശ്രദ്ധിക്കാതെ പുറകിൽ നിൽക്കുന്ന സംഗീതം വൃത്തിയായിട്ടത് ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു പഴയ നമ്മൾ ജഗതിചേട്ടനൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ചില രീതിയിലേക്ക്, അതായത് ആ സീനിനോട് ചേർന്ന് നിൽക്കുന്ന ചില ഇമോഷൻസ് കൃത്യമായിട്ട് കാണിക്കുന്നുണ്ടായിരുന്നു. എന്തായാലും അവർ തമ്മിലുള്ള കോംബോ അടിപൊളിയായിട്ടുണ്ട്. ഇനിയും ഇത് മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ്. മുകേഷ് ലാലേട്ടൻ എന്നുള്ള പറഞ്ഞ പോലെ ഒരു ചെറിയ പയ്യനെ കൂടെ നിർത്തി ഈ ലാലേട്ടൻ്റെ ഈ പ്രായത്തിൽ കൂടെ നിർത്തിയിട്ട് അത്രയും ആ കോംബോ വർക്കൗട്ട് ആക്കണമെങ്കിൽ സത്യനന്ദിക്കാരൻ്റെ നല്ലൊരു എഫേർട്ട് ഉണ്ട്. എന്തായാലും നല്ലൊരു മൂവിയാണ്. ഹൃദയപൂർവ്വം നമുക്ക് ഈ പടത്തിന് ഈ ടൈറ്റിൽ തന്നെ പറ്റുള്ളൂ. കാരണം ഇതിൻ്റെ കണ്ടന്റ് അങ്ങനെയാണ്. അത്രയ്ക്ക് ഹൃദയ സംബന്ധമായിട്ട്, അതായത് ഹൃദയത്തിലൊരു നോവ്, സ്നേഹം, ആത്മാർത്ഥ, സത്യസന്ധത ഉള്ളവർക്കെല്ലാം പറ്റിയിട്ടുള്ള ഒരു സിനിമയാണ്. ലാലേട്ടൻ്റെ കരിയറിൽ ഇങ്ങനൊരു റോൾ ആദ്യമായിട്ടാണ്. കാരണം ഈ ഒരു ക്യാരക്ടർ ആദ്യമായിട്ടാണ്. അഭിനയ മികവച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലാലേട്ടൻ ഒരു വജ്രായുധമാണ്. കാരണം നമ്മളിപ്പോൾ പറയുന്ന ഈ കേരളം ഞെട്ടുമെന്ന് പറഞ്ഞ ഒരു വാർത്ത ഹൃദയപൂർവ്വത്തിലൂടെ കേട്ടതുപോലെ എനിക്ക് തോന്നി. കാരണം അത്ര നല്ല രസമായിട്ട്, ഇതിലൊരു ഡബിൾ മീനിങ് കോമഡിയല്ല, ഇത് നല്ല പെർഫെക്ഷനായിട്ട് നല്ല നോർമലായിട്ടുള്ള കോമഡിയാണ്. ഇതിൻ്റെ റൈറ്റിംഗ് മികച്ച റൈറ്റിംഗ് ആണ്. അതുപോലെ തന്നെ ഡയറക്ഷൻ അടിപൊളിയാണ്, BGM അടിപൊളിയാണ്, ക്യാമറ ഡിപ്പാർട്ട്മെൻറ്റ് അടിപൊളിയാണ്. എന്തായാലും ഈ സിനിമ നമ്മൾ ഇഷ്ടപ്പെടുന്ന, നമ്മൾ എന്താണോ ഒരു സിനിമയിൽ ഇഷ്ടപ്പെടുന്നത് അതെല്ലാം മിക്സ് ചെയ്തിട്ടുള്ള ഒരു അടിപൊളി സിനിമയാണ് ഹൃദയപൂർവ്വം. ഇത് ഞാനൊരു വെറുതെ വന്ന് നുണ പറയുകയല്ല, ഇത് സത്യസന്ധമായി പറയുന്നതാണ്. നിങ്ങൾക്ക് സിനിമ തിയേറ്ററിൽ കാണണോ, നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടോ, തീർച്ചയായിട്ടും നിങ്ങൾ തിയേറ്ററിൽ വന്ന് കാണുക. ഈ സിനിമ ഇഷ്ടപ്പെട്ടിട്ട് നിങ്ങൾ അഭിപ്രായം പറയുക. നിങ്ങൾ ഇനി ഒട്ടും മടിക്കണ്ട. ഈ സിനിമയ്ക്ക് ടിക്കറ്റ് കിട്ടാൻ സാധ്യതയില്ല, ഉറപ്പിച്ചോ. നിങ്ങൾ ഈ സിനിമയ്ക്ക് ടിക്കറ്റ് കിട്ടൂല. അത്ര നല്ല സ്ക്രിപ്റ്റായിട്ടുള്ള സിനിമയാണ്. എന്തായാലും ദയവ് ചെയ്ത് എല്ലാവരും ഒരു നെഗറ്റീവിനെയും നിങ്ങൾ അംഗീകരിക്കാതെ നിങ്ങൾ തിയേറ്ററിൽ വന്ന് സിനിമ കാണുക. ഇത് നല്ല സിനിമയാണ്, ഞാൻ ഗ്യാരണ്ടി പറയാണ്. ഈ സിനിമ ബ്ലോക്ക് ബസ്റ്റർ ആണ്. ഒരു ക്ലാസിക് ടച്ചൊക്കെ ഉണ്ടായി, അത് പാട്ട് അടിപൊളിയാണ്, ക്ലാസിക് ആയിട്ടുണ്ട്. പിന്നെ കുറെ നല്ല രസമാണ്. ഫസ്റ്റ് ഹാഫ് കോമഡി, സെക്കൻഡ് ഹാഫ് ഇമോഷണൽ ആണെങ്കിലും കോമഡികളുണ്ട്. രസമാണ്, എല്ലാ രസമാണ് എല്ലാം. അത് അടിപൊളിയാണ്. ലാലേട്ടനും സംഗീതമാണ് എടുത്ത് പറയേണ്ടത്. അത് കോമഡി. ലാലേട്ടനാണെങ്കിൽ ക്ലാസിക് ആയിട്ട് ഒരു അഭിനയമുണ്ട്, അതിൻ്റെ ഒപ്പം കുറെ കോമഡി ഉണ്ട്. അവരുടെ കോമ്പോ രസമായിരുന്നു, രസമായിരുന്നു, ഇഷ്ടപ്പെട്ടു. ഇത് സ്ക്രിപ്റ്റ് കുറച്ചുകൂടി ബലമുണ്ട്, അതാകുമ്പോൾ അടിപൊളിയാവും. അത് അടിപൊളിയാണ്.